ഇന്ന് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ തേർഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്ലിനേഷൻ തന്നിട്ടില്ല, അതായത് തീറ്റ തന്നിട്ടില്ല, തീറ്റയുടെ വാല്യൂ. പക്ഷേ നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ട്. എവിടെയുള്ള 2 പോയിന്റ്? നമ്മുടെ ലൈനിലുള്ള 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് നമ്മുടെ ടോപ്പിക്ക്. ഓക്കെ, അതായത് തീറ്റ ഇസ് നോട്ട് ഗിവൺ ബട്ട് 2 പോയിന്റ്സ് ഓൺ ലൈൻസ് ആർ ഗിവൺ. 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനത്തെ കേസിൽ ഇതായിരിക്കും 2 പോയിന്റ് എടുക്കുക. ഒരെണ്ണം പി എന്ന് പറഞ്ഞ പോയിന്റ്, അത് നമ്മൾ x1 y1 എന്ന് പറയും. ക്യൂ എന്ന് പറഞ്ഞ അടുത്ത പോയിന്റ്, അത് x2 y2. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. സ്ലോപ്പ് ഓഫ് ലൈൻ m is equal to y2 minus y1 divided by x2 minus x1 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ലൈൻ പാസിങ് ത്രൂ ദ പോയിന്റ് ഇത് ആൻഡ് ഇത്. ഫസ്റ്റ് ലൈൻ നമ്മൾ സാധാരണ പോലെ തന്നെ എപ്പോഴും ഒരു ഓർഡേർഡ് പെയറിനകത്ത് നമ്മൾ എഴുതുന്നത് എക്സ് വൈ എന്നാണ്. ഓക്കെ, അപ്പം ഇവിടെ രണ്ടെണ്ണം ഉള്ള കാരണം ഫസ്റ്റ് ആൾ എന്തായിരിക്കും x1, രണ്ടാമത്തെ ആൾ എന്തായിരിക്കും y1, ഇവിടെ x2, ഇത് y2. ഇത് ചുമ്മാ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി, അപ്പം നമുക്ക് വാല്യൂ കിട്ടും. ഇപ്പം ഇവിടെ നോക്കിയേ, y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ആണ് നമ്മുടെ ഇക്വേഷൻ. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y2 എത്രയാണ് 4 മൈനസ് y1 എത്രയാണ് -2. അപ്പോൾ 4 മൈനസ് -2 ഡിവൈഡ് ബൈ x2 എത്രയാണ് -1 മൈനസ് x1 എത്രയാണ് 3. അത് കിട്ടും. മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ ഇത് മാറിയിട്ട് പ്ലസ് ആയി മാറും. 4 + 2 6. -1 -3. 3ൻ്റെ സിമ്പിൾ നെഗറ്റീവാണ്, 1ൻ്റെ സിമ്പിളും നെഗറ്റീവാണ്. രണ്ട് നമ്പേഴ്സിന് സെയിം സിമ്പിളാണെങ്കിൽ നമ്മൾ ചുമ്മാ ഇതുകൊണ്ടാണ് കൂടെ ആഡ് ചെയ്യുക. ആ സിമ്പിൾ എന്താണോ അതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. -4. അത് ഞാനൊന്ന് ചെറുതാക്കിയതാണ്. 6ഉം 4ഉം കൂടി കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. 6ൻ്റെ അകത്തും 2 ഉണ്ട്, 4ൻ്റെ അകത്തും 2 ഉണ്ട്. അപ്പോൾ 2 ഉണ്ട്, മേലെയും താഴെ ഞാൻ ഡിവൈഡ് ചെയ്തത് ചെറുതാക്കി ചുമ്മാ ഒന്ന് ക്യാൻസൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും മതി. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് 2 ലൈൻസ് L1 ആൻഡ് L2 ആർ പാരലൽ. 2 ലൈൻ ഉണ്ട്, 2 ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്, L1ഉം L2ഉം. ആ 2 ലൈൻസ് പാരലലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 വരകളുടെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. M1 വിൽ ബി ഈക്വൽ ടു M2. ഇതാണ് അടുത്ത കേസ്. ഓക്കെ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതിലത്തെ ഓരോരോ ഡീറ്റെയിൽസ് നമ്മൾ ശ്രദ്ധിച്ച് വെക്കണം. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അപ്പോൾ 2 ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്, L1ഉം L2ഉം. ഈ 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണ്. അതായത് 2 ലൈൻ ഉണ്ട്, ഇതിൻ്റെ L1 എന്ന് വിചാരിക്കുക, ഇതിൻ്റെ L2 എന്ന് വിചാരിക്കുക. ഈ 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണ്, 2 വരകൾ പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ മീൻസ് വാട്ട്? ഈ 2 ലൈനുകളുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും സ്ലോപ്പ് തമ്മിൽ ഒരു റിലേഷനുണ്ട്. ആ റിലേഷനാണിത്. ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/- സെക്കൻഡ് വണ്ണിൻ്റെ സ്ലോപ്പ്. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/M2 ആയിരിക്കും. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ്, M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ്. ഇത് ഏത് കേസിലാണ് നമ്മൾ ഇതെടുക്കുന്നത്? 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആവുന്ന കേസിൽ. ഓക്കെ, 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ. ഇതാണ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ, എല്ലാം ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ലൈൻസ് ത്രൂ ദ പോയിൻറ്റ്സ് -2, 6 and 4, 8 is perpendicular to the line through the points 8, 12 and x, 24. Find the value of x. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ട്, 2 ലൈൻസ് നമുക്കുണ്ട്. ഓക്കെ, 2 ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് ലൈനിലുള്ള 2 പോയിൻ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ? -2, 6ഉം 4, 8ഉം. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ലൈൻ. ഓക്കെ, രണ്ടാമത്തെ ലൈൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ലൈൻ ഇതാണ്. രണ്ടാമത്തെ ലൈനിൽ ഉള്ള 2 പോയിന്റുകൾ. അപ്പോൾ അതും ഞാൻ മാർക്ക് ചെയ്തു.
പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ലൈൻസ് എന്താ പെർപെൻഡിക്കുലർ ആണെന്ന്. അതായത് നമ്മളിങ്ങനെ ക്രോസ് ആക്കി വരയ്ക്കുക, നടുക്കത്തെ ആംഗിൾ എന്തായിരിക്കണം 90 ഡിഗ്രി വന്ന രീതിയിൽ ക്രോസ് ആക്കി എടുക്കുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ L1, ഇതിൻ്റെ സെക്കൻഡ് ലൈൻ L2. അപ്പോൾ ഇത് രണ്ടിൻ്റെ നടുക്ക് 90 ഡിഗ്രി വന്ന രീതിയിൽ വരച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമുക്ക് ലൈൻ 1ൽ പറഞ്ഞേക്കുന്ന 2 പോയിന്റുകൾ അതിൽ മാർക്ക് കൊടുക്കുക, ലൈൻ 2ൽ പറഞ്ഞേക്കുന്ന 2 പോയിന്റുകൾ മറ്റേതിൽ മാർക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്കറിയാമല്ല എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആണുള്ള കേസ് എന്താ, ലൈൻ L1 പെർപെൻഡിക്കുലർ ടു L2 ആണെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും, നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചായിരുന്ന തൊട്ട് മേലെ പഠിച്ചായിരുന്ന എന്താ M1 = -1/M2. ഇതൊന്നും കൂടി ചെറുതാക്കി എഴുതണമായിരുന്നു. അതായത് M1 M2 = -1. ഓക്കെ, M1 × M2 എന്ന് പറഞ്ഞാൽ -1 ആണെന്ന്. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. M1 M2 = -1. പെർപെൻഡിക്കുലർ നമുക്കറിയാമല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ രണ്ടിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കിവിടെ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, അതിനിടയ്ക്കുള്ള ആംഗിളാണ് 90 ഡിഗ്രി എന്ന് അറിയാവുന്നത്. അല്ലാണ്ട് നമുക്ക് ഇൻക്ലിനേഷൻ അല്ല. ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഓക്കെ, അതല്ല നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻക്ലിനേഷൻ തന്നിട്ടില്ല, അതായത് തീറ്റയുടെ കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പകരം നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ M = y2 - y1 / x2 - x1 ഉപയോഗിക്കുക. അത് ഞാൻ അത് ഉപയോഗിച്ചു, അത് ഞാൻ സോൾവ് ആക്കി. ഇപ്പോൾ ഫസ്റ്റ് വണ്ട സ്ലോപ്പ് കിട്ടി. ഇനി സെക്കൻഡ് വണ്ടയിൽ ഇതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ആക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ലല്ലോ, അപ്പോൾ അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇവിടെ വാല്യൂ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും x1 ഇത് അടുത്ത വാല്യൂ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് x1 y1 x2 y2. അപ്പോൾ x2ൻ്റെ അവിടെ വെറുതെ എക്സ് തന്നെ ഇട്ടാൽ മതി, ഒന്നും നമ്മൾ ചെയ്യേണ്ട, അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, സോൾവ് ആക്കി വരുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ കിടന്നോട്ടെ, എക്സ് എന്നുള്ളത് അങ്ങനെ തന്നെ വെച്ചു. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് വാല്യൂ. M1 നമുക്കറിയാം, അത് ഫസ്റ്റ് വണ്ട സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 1/3 ആണെന്ന് കിട്ടി. M2 എന്നുള്ളത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, = -1. അപ്പോൾ M2 എന്തായിരിക്കും, ഈ 3നെ അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ -1 × 3 -3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ M2 നമുക്ക് -3 ആണെന്ന് കിട്ടി. അതായത് സെക്കൻഡ് വണ്ട സ്ലോപ്പ് -3 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ അതല്ലേ, M2 = കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇത്. അപ്പോൾ ഈ M2ന് പകരം എന്തിട്ട് കൊടുക്കുക, -3 ഇട്ട് കൊടുക്കുക. അത് നമുക്കത് സോൾവ് ആക്കാം. -3 = -12/8 - x. ഇത് ഈ ഡിനോമിനേറ്ററുള്ള സംഭവത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇൻറ്റു ആയില്ല, ഡിനോമിനേറ്റർ അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, -3 × 8 -24 -3 × -x. അപ്പോൾ എന്തോരും, +3x = -12. വേരിയബിൾ ഉള്ള ആൾ അവിടെ തന്നെ നിർത്തിയിട്ട് മറ്റേ ആൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ -12 -24 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ മാറും, +24. ബാക്കിയൊക്കെ സോൾവ് ചെയ്യാനുള്ളതാണ്. സാധാരണ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അതുപോലെ തന്നെ. എക്സിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി 4 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ആക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പെർപെൻഡിക്കുലർ ആണ് 90 ഡിഗ്രി എന്ന് കാണുമ്പോൾ തന്നെ തീറ്റ 90 ആണെന്ന് വിചാരിക്കരുത്, അങ്ങനെയല്ല. ഓക്കെ, പോയിൻ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്, അത് ചിന്തിക്കണം. ഇൻക്ലിനേഷൻ അല്ല തന്നിരിക്കുന്നത്. ഇൻക്ലിനേഷൻ ആണെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് മുന്നത്തെ ക്ലാസ് എടുത്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഇൻക്ലിനേഷൻ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുന്നതായിട്ട്, നമ്മുടെ എക്സ് ആക്സിസും നമ്മുടെ ലൈനും കൂടി ഉണ്ടാക്കുന്ന ആംഗിളായിരിക്കും ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് നമുക്കിവിടെ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു രീതി ചിന്തിക്കരുത്. ഇവിടെ തന്നിരിക്കുന്നത് ലൈനിൽ കിടക്കുന്ന 2 പോയിന്റുകളാണ്. 2 ലൈനുണ്ട്, 2 ലൈനിൽ കിടക്കുന്ന പോയിന്റുകൾ മാത്രം നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി എടുത്ത് കാണുക. ഓക്കെ.